നമസ്കാരം. എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 4 വർഷം മുമ്പ് എൻ്റെ ചേട്ടൻ്റെ മകൻ ബാംഗ്ലൂരിൽ ഒരു പൂച്ചയെ വാങ്ങി അതിനെ വളർത്താനായിട്ട് ഒരു റൂമും വാങ്ങി. 8000 രൂപയാണ് ആ റൂമിന് റെൻറ്റ്. അങ്ങനെ ഒരു വർഷം ആ പൂച്ചയെ അതേ റൂമിൽ വെച്ചിട്ട് താമസിപ്പിച്ച് അതിനെ വളർത്തി. അതിൻ്റെ ഫുഡും ചിലവുമെല്ലാമായിട്ട് ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് ചിലവാക്കി. അതിന് ശേഷം 3 വർഷം മുമ്പ് ഇവിടെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഈ ജനുവരി 8 ആകുമ്പോഴേക്കും 3 വർഷം ആയി. തുടക്കത്തിൽ ഒരുപാട് കാലം ഇത് എല്ലാവരും ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാനുമായിട്ടാണ് കുറച്ച് ഇണങ്ങിയതും. എൻ്റെ അടുത്ത് മാത്രമേ വരാറുള്ളൂ. മറ്റുള്ളവരെല്ലാം കാണാൻ ഭയങ്കര പേടിയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓടും. അത്രയും പേടിയാണ്. ഇതിന് ഒരു 8 കിലോ ഭാരം വരും. അതിൽ കൂടാനേ ചാൻസ് ഉള്ളൂ, അതിൽ കുറയാൻ ചാൻസ് ഇല്ല. നല്ല ഹൈറ്റും അതുപോലെ തന്നെ നല്ല നീളവും ഒക്കെയുള്ളൊരു പൂച്ചയാണ്. അതിൻ്റെ പേര് അമ്മ ഇട്ടത് അപ്പു എന്നാണ്. കാരണം എൻ്റെ ചേട്ടൻ്റെ മകൻ അപ്പു വൈഷ്ണവാണ് ഇതിനെ വാങ്ങിയതും വളർത്തിയതും ഒക്കെ. ആ ഒരു ഇതുകൊണ്ട് അമ്മ അപ്പു എന്ന് അവന് പേരിട്ട്. എൻ്റെ അടുത്ത് തന്നെയാണ് കിടക്കുക. ബാംഗ്ലൂരിൽ ഒരേ റൂമിൽ തന്നെ അതിൻ്റെ മലവും മൂത്രവും എല്ലാം അവിടെ അതിനൊരു സെപ്പറേറ്റ് സാധനമുണ്ട്. അതിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വന്നിട്ട് ആ സാധനം എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താവുമെന്ന് പറഞ്ഞാൽ റൂമിൽ തന്നെ മലവും മൂത്രവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ റൊട്ടീൻ ഓരോ ദിവസത്തെ റൊട്ടീൻ എങ്ങനെയെന്ന് വെച്ചാൽ എന്നെ വിളിച്ചുണർത്തും. കട്ടിലിൻ്റെ താഴെ നിന്ന് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ മാന്തിയിട്ട് വിളിച്ചുണർത്തും. അതേപോലെ തന്നെ ഞാൻ അറിയാത്ത ഭാവം നടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് ശബ്ദം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇങ്ങനെ മേക്കെല്ലാം കയറിയിട്ട് മസാജ് ചെയ്യുന്ന അങ്ങനെ ഒരു വീഡിയോ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയിട്ടെങ്കിലും എന്നെ വിളിച്ചുണർത്തിയിട്ട് അപ്പം തന്നെ ഇതിന് ഞാൻ ഭക്ഷണം കൊടുക്കണം. ഇതിൻ്റെ ഫുഡ് കൊടുത്തിട്ട് താഴെ വന്നാൽ ഈ ഫുഡ് കഴിച്ചിട്ട് താഴെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ ശരീരത്തിനെല്ലാം മുട്ടിയിട്ട് വരഞ്ഞിട്ടും ഒക്കെ നടന്നിട്ട് അടുത്ത എന്താ കിട്ടേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പാല് സ്ഥിരം ഉള്ളതാണ്. എല്ലാ ദിവസവും ഇതാണ്. ഈ പാല് കൊടുത്ത് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന ചായൻ്റെ കടി എന്താണോ, ദോശയാണെങ്കിൽ ദോശ, ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി, ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, അതൊരു പ്ലേറ്റിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ആൾ തട്ടിൻ്റെ മുകളിൽ എവിടെയെങ്കിലും കയറിയിട്ട് ഉറങ്ങാറാണ് പതിവ്. അങ്ങനെയാണ് ഇത്രയും കാലം കഴിഞ്ഞ് പോയത്. വേറെ ഒരു ശല്യമില്ലേ. മലമൂത്രം അത് വലിയ പ്രശ്നമാണ്, ഭയങ്കര സ്മെല്ലായിരിക്കും. അത് എന്നും ക്ലീൻ ചെയ്യൽ തന്നെയാണ് എൻ്റെ ജോലി. അമ്മ എപ്പോഴും പറയും രാവിലെ തന്നെ എനിക്ക് ഈ ഒരു ജോലി ആയിപ്പോയല്ലോ എന്ന്. പക്ഷേ മനുഷ്യരെ സ്നേഹിക്കുന്നതിലും കൂടുതൽ ഇവരെയൊക്കെ സ്നേഹിച്ചാലാണ് അതിൻ്റെ ആ ഒരു നമുക്ക് തിരിച്ച് കിട്ടുന്ന കാര്യങ്ങൾ ഭയങ്കര ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനൊന്നും ഒരസുഖം വരാതിരിക്കാനും ഒക്കെ ഭയങ്കര കെയറിങ്ങോട് കൂടിയാണ് ചെയ്യാറ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയധികം. കാരണം ഈയൊരു സംഭവം എനിക്ക് ചിന്തിക്കാനേ താല്പര്യമില്ല. ഈയൊരു പൂച്ച എന്ന് പറഞ്ഞാൽ രാത്രി ഞാൻ അഥവാ എവിടെയെങ്കിലും പ്രോഗ്രാം കാണാനോ എന്തിനെങ്കിലും പോയി ലേറ്റായിട്ടുണ്ടെങ്കിലും 12 മണി 1 മണി എങ്ങനെയായാലും പുറത്ത് സിറ്റ് ഔട്ടിൽ ചെയറിൽ വന്ന് ഇരുന്നിട്ട് എന്നെ കണ്ട ഉടനെ ഓടി മുറ്റത്തേക്ക് വന്ന് കാലിനൊക്കെ ഒന്ന് വാലൊക്കെ ഇട്ടിട്ട് വരച്ചിട്ട് ഇങ്ങനെ പറയും, എവിടെയായിരുന്നു ഇത്രയും സമയം, ഞാൻ എത്ര സമയമായി കാത്തിരിക്കുന്നു, എന്താണ് ഇത്രയും താമസിച്ച്. അങ്ങനെയുള്ള ലെവലിൽ ഒരുപാട് കരച്ചിലും പ്രഹസനമെല്ലാം ആക്കിയിട്ട് ഞാൻ വാന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ അകത്തേക്ക് വിളിച്ച് എന്നിട്ടാണ് ഇതിന് പിന്നെ ഉറങ്ങാൻ നോക്കുമ്പം കുറച്ച് ഫുഡ് കൊടുക്കും. ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ കിടന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഇത് കിടക്കുക. എന്നും അങ്ങനെ തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുന്നതും ഇവിടുന്ന് തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തൊട്ടിട്ടും തലോടിയിട്ടും ഒക്കെ നിൽക്കുന്ന ആ ഒരു സാധനം, അമ്മ അപ്പു എന്ന് വിളിക്കുന്ന ഈ ഒരു സാധനം കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫ് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റപ്പോൾ തന്നെ ഇത് പുറത്തേക്ക് ചാടിയതിന് ശേഷം എന്തോ ഒരു സൗണ്ട്
വൈഫ് കേട്ടിട്ടുണ്ട്, എന്തൊക്കെയോ ഇങ്ങനെ ഓടുന്ന സൗണ്ട് കേട്ടിട്ടുണ്ട്. പിന്നെ നായിയുടെ ഒരു കൊരയ, ഭയങ്കര നിലക്കാത്ത കൊരയായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ വീട്. ഈ ഒരു ഭാഗത്തേക്കാണ് ഈ അപ്പു എന്ന് പറയുന്ന ഈ പൂച്ച വന്നത്. ഇറങ്ങി ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടുന്ന് എന്തോ ഒരു സാധനം പിടിച്ചു കൊണ്ടുപോയി. ഇതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഇതിനെ കാണുന്നില്ല. സാധാരണ ഇതെന്നെ വിളിക്കുന്നതും ഒരുമിച്ച് എഴുന്നേറ്റ് വന്ന് ഇതിൻ്റെ ഫുഡ് കൊടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങളും ചെയ്യാറ്. അതുപോലെ പാലിന് എവിടെയുണ്ടെങ്കിലും പാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എന്തെങ്കിലും കിട്ടിയിട്ടേ ഇത് പിന്നെ തട്ടിൻ്റെ പുറത്ത് തട്ടിൻ്റെ അവിടെ പോയിട്ട് ഉറങ്ങുകയുള്ളൂ. അല്ലാതെ വേറെ എവിടെയും അങ്ങനെ പോകാറില്ല. പക്ഷെ അന്നത്തെ ദിവസം ഡോറ് തുറന്നപ്പോൾ തന്നെ പുറത്തേക്ക് വന്ന് പുറത്തുനിന്ന് എന്തോ അടിച്ചു കൊണ്ടുപോയി. എന്താണെന്ന് അറിയില്ല. ഭയങ്കര ശബ്ദം ഉണ്ടായിരുന്നു. കരച്ചിലോ പിടിച്ചലോ ഒന്നും കേട്ടതായിട്ട് അറിയില്ല. കാരണം നായി നന്നായിട്ട് കുരക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഞാൻ ചായ കുടിക്കുന്ന സമയത്തൊക്കെ എൻ്റെ താഴെ തന്നെ ഉണ്ടാവും. ചെയറിലിരുന്ന് ചായ കുടിക്കുമ്പോൾ താഴെ തന്നെ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും സൗണ്ട് എന്നോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അന്ന് ഇതൊന്നും കണ്ടില്ല. ഓക്കെ, എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അന്വേഷിക്കാനൊന്നും പോയില്ല. അപ്പോൾ രാവിലെ 8:30 ആകുമ്പോൾ എൻ്റെ വല്യച്ഛൻ്റെ മോൻ ഗിരീഷേട്ടൻ്റെ മകൻ നിഖിലിൻ്റെ ഭാര്യ നീതു എന്നെ വിളിച്ച് പറയുന്നു, നിങ്ങളുടെ പൂച്ചയെ കാണാതായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇവിടെ കാണുന്നില്ല, എന്താ സംഭവിച്ചതെന്നറിയില്ല, സാധാരണ അങ്ങനെ ഇത്രയും ലേറ്റ് ആവാറില്ല, എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാകുന്നതാണ്, എനിക്കറിയില്ല, കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവളെ വായിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നത്. വല്ലാത്ത സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ കേട്ടത്. എന്താണെന്ന് വെച്ചാൽ, ഒരു കുറുക്കൻ രാവിലെ 7 മണിക്ക് ഈ പൂച്ചയുടെ ഉടല്, അതായത് കാലിൻ്റെ ഭാഗത്ത്, വയറിൻ്റെയും കാലിൻ്റെ ഭാഗത്തുനിന്നും ഇത് കടിച്ചു ഓടുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ കാക്ക ഭയങ്കരമായിട്ട് കരയുന്നത് കേട്ടിട്ട് അമ്മ, അതായത് ഈ നീതുവിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, നമ്മുടെ ഏട്ടത്തി സുശീലേച്ചി ബാക്കിൽ വന്ന് നോക്കുമ്പോഴേക്ക് അവിടെ പറയേണ്ട കാര്യമില്ല. അവരെ കണ്ട കാഴ്ച, ഈ അപ്പു എന്ന് പറയുന്ന ഞങ്ങളുടെ പൊന്നോമന, അതിൻ്റെ തലഭാഗമാണ് കാണുന്നത്. അതായത് തല സെപ്പറേറ്റ്, അതിൻ്റെ ഉടല് സെപ്പറേറ്റ്, പിന്നെ വയറിൻ്റെ അവിടെ നിന്ന് കാലിൻ്റെ 2 കാലും ബാലും കൂടിയിട്ട് കുറുക്കൻ കടിച്ചു കൊണ്ടുപോയതും ബാക്കി ഭാഗങ്ങളാണ് അവിടെ കണ്ടതായിട്ട് അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നോട് ഇനി പറയില്ല, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ ശരീരം വിറക്കുന്നു, എൻ്റെ കാലും കൈയും വിറക്കുന്നു, എനിക്ക് കേൾക്കണ്ട, എനിക്ക് ഇതൊന്നും കാണണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞ് ശരി നിങ്ങൾ വന്ന് നോക്കണ്ട. എന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് ഷോക്ക് ആയതാണ്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഇതുവരെയും എൻ്റെ ഷോക്ക് മാറിയിട്ടില്ല. ഈ ഒരു കാര്യം എല്ലാവരോടും പറയുമ്പം കളിയാക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് എന്തെങ്കിലേ പറയും. അതുകൊണ്ട് ഞാൻ ആരോടും പറയാതെ എൻ്റെ വൈഫ് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ വൈഫോടാണ് പറഞ്ഞ് രാവിലെ 5 മണിക്ക് എന്താണ് ഇങ്ങനെ പട്ടി കുരക്കുന്നുണ്ട് എനിക്കറിയില്ല. ഞാൻ ഡോറ് തുറന്നപ്പോൾ തന്നെ ഇവൻ പുറത്തേക്ക് ചാടീന്. പിന്നെ എന്തോ ഒരു ശബ്ദം ബാക്കിൽ നിന്ന് കേട്ടിന്, അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ല. പിന്നെ മിക്സിൻ്റെ സൗണ്ടിലായിട്ട് അതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് എനിക്കറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെയാണ് സംഭവം, നീ ഇത് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ 2 ദിവസം ആരോടൊന്നും മിണ്ടിയില്ല. ആർക്കും അറിയില്ല എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഞാൻ 2 ദിവസം ആരോടൊന്നും മിണ്ടിയില്ല. ഞാൻ എവിടെയും ഇറങ്ങിയിട്ടില്ല. കാരണം ഇതൊരു ഷോക്കായതുകൊണ്ട്. അത്രയും പാവപ്പെട്ട ഒരു പൂച്ച, ഒരു ഉപദ്രവവും ഇല്ലാതെ, ഒന്ന് മാന്തുകയോ ഒന്നും ചെയ്യാത്ത ഒരു സാധനം. അതേപോലെ തന്നെ അമ്മ ഇപ്പോഴും വിചാരിക്കുന്നത് അപ്പു എവിടെ പോയി, എന്താണ് അതിനെന്തോ കൊണ്ടുപോയി എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇവിടെ എന്തായാലും ഉണ്ടാവുമല്ലോ എന്ന് അമ്മ ഇപ്പോഴും പറയുന്നു.
ഈ ഒരു ഷോക്ക് ഉണ്ടല്ലോ, അന്നത്തെ കോളിൽ വന്ന ഷോക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ആരെയോ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് കഷ്ണം കഷ്ണമായിട്ട് കട്ട് ചെയ്ത് ആ ഒരു അവസ്ഥ, അത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് എൻ്റെ മനസ്സിൽ. എനിക്ക് ഇത് സത്യത്തിൽ താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ആരോടും ഷെയർ ചെയ്യുന്നുമില്ല. വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അത്രയും എനിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. അതേപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെ മകനും ഈ ഒരു വിവരം അറിയില്ല. അവരെല്ലാം വിചാരിക്കുന്നത് എന്തായാലും ഇത് ഇവിടെയുണ്ട്. കാരണം 3 വർഷമായിട്ട് അതിന് കഴിക്കാനുള്ള ഫുഡിൻ്റെ പൈസ എല്ലാ മാസവും അയക്കുന്ന കുട്ടികളാണ്. എൻ്റെ ചേട്ടനറിയില്ല, ചേട്ടത്തി അറിയില്ല, ഇവരൊന്നും അറിയില്ല ഈ ഒരു വിവരം. ഇവരൊക്കെ വീഡിയോ കാണുന്നതാണ്. ആ വീഡിയോയിലൂടെ ആരെങ്കിലും ഇങ്ങനെ അറിയട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ മുകളിൽ പോയാൽ ബെഡ്റൂമിൻ്റെ അവിടെയുണ്ട്. ബെഡ്റൂമിൽ കട്ടിൽ കിടക്കയിലുണ്ടാവും ഈ അപ്പു ഇങ്ങനെ കിടന്നിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ തടവിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോവും. വേറെ ആരുമായിട്ട് കമ്പനി ഇല്ലാത്തതാണ്. ഞാൻ മാത്രമാണ്, എൻ്റെ അടുത്ത് മാത്രമാണ് നല്ല കമ്പനി. മറ്റുള്ളവരെ കാണുമ്പോൾ ഓടും. പുതിയൊരാൾ വീട്ടിൽ വന്നിട്ടുണ്ട്, അപ്പോൾ ഓടിയിട്ട് രക്ഷപ്പെടും. ഇങ്ങനെയൊക്കെയാണ്. ഞാനിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നു അതിനെയൊന്ന് കണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് വാരിപ്പുണരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയധികം വിഷമം വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഈ വീഡിയോ ചെയ്തിട്ടെങ്കിലും എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടട്ടെ, അത്രയും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ 1-2 ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ചിട്ട് ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഇതൊന്നും മറക്കാൻ പറ്റില്ല, സമാധാനിക്കാൻ പറ്റില്ല എന്ന്. അതേപോലെ തന്നെ എൻ്റെ ഒരു നല്ലൊരു പെങ്ങളെപ്പോലെ കരുതുന്ന, അല്ലെങ്കിൽ നല്ലൊരു എന്നെ ചേട്ടാന്ന് വിളിക്കുന്ന ഒരു പെൺകുട്ടി, അവരും എല്ലാ ദിവസവും എന്നോട് പറയും എനിക്കറിയാം ഇതിൻ്റെ വേദന, ഒരുപാട് അറിയാം, ഈ സ്നേഹത്തിൻ്റെ വേദന ഒരുപാട് അറിയാം, അതുകൊണ്ട് പെട്ടെന്നൊന്നും മാറില്ല എന്ന് ഒക്കെ പറഞ്ഞിട്ട് എപ്പോഴും സമാധാനിപ്പിക്കുന്ന ഒരു സജിതയുണ്ട്. അങ്ങനെ കുറച്ച് പേര്, എല്ലാവരോടും പറയാൻ പറ്റില്ല, എല്ലാവരും കളിയാക്കും. എന്തായാലും അതിന് ഒരിക്കൽ കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലൊന്ന് വാരിപ്പുണരായിരുന്നു എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. ഒരുപാട് പൂച്ചകളെ ഇങ്ങനെ കാണാണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് എണ്ണത്തിനെ കാണാതായിട്ടുണ്ട്. അതേപോലെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പൂച്ചയെ കാണുന്നില്ല എന്നൊക്കെ. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഉടല് വേറെ. അതായത് രാവിലെ തന്നെ എഴുന്നേറ്റ് എൻ്റെ അടുത്തുനിന്ന് എഴുന്നേറ്റ് വന്നിട്ട് താഴെ വന്ന് അതിനെന്തോ കൊണ്ടുപോയി. കുറുക്കനായിരിക്കില്ല, കുറുക്കനല്ല, കാരണം അത്രയും വലിപ്പമുണ്ട് ഈ പൂച്ചക്ക്. അതുമാത്രമല്ല, പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മരം കയറാനൊന്നും പറ്റില്ല, അങ്ങനെയുള്ള ശീലമില്ല. അതുകൊണ്ട് മരം കയറിയിട്ടൊന്നുമില്ല. ഇത് ശരിക്കും ഇങ്ങനെ പിടിച്ച് നിന്ന എൻ്റെ ഇത്രയും തന്നെ ഉണ്ടാവും പൂച്ച. ഇത്രയും ഹൈറ്റിൽ, ഇവിടെയും ഇത്രയും ഹൈറ്റ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാധനമാണ്. എന്തായാലും ഒരിക്കൽ കൂടി നിന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കൊന്ന് വാരിപ്പുണരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വലിയൊരു സമാധാനമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു. എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കഷ്ണാക്കിയിട്ട് കൊണ്ടുപോയ പച്ച ജീവനാല എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടാവും നീ, എന്നെ ഒന്ന് രക്ഷിക്കുക എന്ന് എന്നെ എത്രമാത്രം വിളിച്ചിട്ടുണ്ടാവും. എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല.